സംസ്ഥാനങ്ങളാണിത്. ഉത്തർപ്രദേശ്, UP. സോ ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, നേപ്പാൾ, ബീഹാർ, ജാർഖണ്ഡ്, ഇങ്ങനെയാണ് ആ ഒരു സെക്ഷൻ വരുന്നത്. നമുക്ക് ഓരോന്ന് നോക്കാം. ഇതിൽ ഉത്തർപ്രദേശിൽ ഞാൻ അതിനകത്ത് പറഞ്ഞപ്പോഴേ പറഞ്ഞു 1983 എത്ര ആഡ് ചെയ്തു? 4 ആഡ് ചെയ്തു. അതിൽ ആദ്യം വന്ന ആളാരായിരുന്നു? നമ്മുടെ ആഗ്ര ഫോർട്ട്. സോ ആഗ്ര ഫോർട്ട് എന്ന് പറയുന്ന ആളും ഉത്തർപ്രദേശാണ്. 3ഉം 4ഉം ആരും കൊണ്ടുപോയി. 3-4 മഹാരാഷ്ട്രയിലുള്ള അജന്ത കേവും എല്ലോറ കേവും കൊണ്ടുപോയി. 3-4 താജ്മഹലാണ്. അത് ഉത്തർപ്രദേശിലാണ്. ഇനി ഒരെണ്ണമുണ്ട് ഉത്തർപ്രദേശിനകത്ത് വരുന്ന മറ്റേതാണ്. ഇത് സത്യം പറഞ്ഞാൽ 1983 രണ്ടെണ്ണമല്ലേ? ഫതേഹ്പൂർ സിക്രി എന്ന് പറയും. ഫതേഹ്പൂർ സിക്രി അത് 1986 ആണ് ഈ ഫതേഹ്പൂർ സിക്രി എന്ന് പറയുന്നത്. അത്രേ ഉള്ളൂ ഉത്തർപ്രദേശിൽ. ഇനി നമുക്ക് ഉത്തരാഖണ്ഡിലോട്ട് പിടിക്കാം. ഉത്തരാഖണ്ഡ് എന്ന് പറയുമ്പോൾ 7 നാച്ചുറൽ ഉള്ളതിൽ ഒരെണ്ണം നമ്മൾ പശ്ചിമഘട്ടം അഥവാ വെസ്റ്റേൺ ഗട്ട്സ് 2012 അതിനകത്തോട്ട് ആഡ് ചെയ്യപ്പെട്ട വെസ്റ്റേൺ ഗട്ട്സ് അഥവാ പശ്ചിമഘട്ടം. അതുപോലെ അടുത്ത അപ്പം നമുക്ക് ഇനി 6 പഠിച്ചാൽ മതി. നാച്ചുറലി നമുക്ക് കാണാൻ മതിയല്ലോ. അതിൽ ഒരെണ്ണം ഇതാകുന്നു നന്ദാദേവി ആൻഡ് വാലി ഓഫ് ഫ്ലവേഴ്സ് നാഷണൽ പാർക്ക്. അതായത് ഒരു പൂന്തോട്ടം കണക്കിക്കുന്ന നാഷണൽ പാർക്ക് പോലെയാണ്, ദേശീയോദ്യാനം. സോ നന്ദാദേവി ആൻഡ് വാലി ഓഫ് ഫ്ലവേഴ്സ് നാഷണൽ പാർക്കാണ്. 1988-ഉം 2005 ആണ്. 2 വർഷം വരുന്നതെന്ന് വെച്ചാലും 1988 ഒരു പാർട്ട് ആഡ് ചെയ്തു, 2005 ഇതിലോട്ട് ഒരു പാർട്ട് ആഡ് ചെയ്തു. സോ ഇതിനകത്ത് ഒരു പാർട്ട് 1988 1988 ഇതിലോട്ട് ആഡ് ചെയ്ത് 2005 കുറച്ച് സ്ഥലങ്ങളും കൂടി അതിൽ ആഡ് ചെയ്തതാണ്. സോ 2 വർഷം വരുന്നു. ഇത് നമുക്ക് ഏതൊക്കെയാണ്? ഉത്തർപ്രദേശ് നോക്കി, ഉത്തരാഖണ്ഡ് നോക്കി, നേപ്പാളിൽ ഇല്ല. ഇനി നമുക്ക് ബീഹാറും ജാർഖണ്ഡും കൂടെ നോക്കാം. ഇവിടെ ആയിട്ട് ഒരാളും കൂടെ വരും. അയാളുടെ പേരാണ് വെസ്റ്റ് ബംഗാൾ. നമ്മുടെ ബംഗാളിൽ പണിക്ക് വരുന്ന ഈ ഒരു പാർട്ടി വെസ്റ്റ് ബംഗാൾ. ഇതിൽ നേപ്പാളിലും നമുക്ക് യുനെസ്കോഡ ഇതില്ല. അതുപോലെ നമുക്ക് ജാർഖണ്ഡിലും ഇല്ല. അപ്പോൾ നമുക്ക് ഇനി നോക്കാനുള്ളതല്ല ബീഹാറും വെസ്റ്റ് ബംഗാളും. ബീഹാറിനകത്ത് മഹാബോധി ക്ഷേത്ര സമുച്ചയം അത് ഈ ബീഹാറിനകത്ത് വരുന്നതാണ്. അത് ആഡ് ചെയ്ത് 2002 മറ്റ് സ്ഥലം എന്ന് പറയുന്നത് ബോധ് ഗയ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് നിൽക്കുന്നത്. ഓക്കെ, ഇതാണ് ഒന്നാമത്തത്. രണ്ടാമത്തത് ആർക്കിയോളജിക്കൽ സൈറ്റ് ഓഫ് നളന്ദ മഹാവിഹാര അറ്റ് നളന്ദ. ആർക്കിയോളജിക്കൽ സൈറ്റ് ഓഫ് നളന്ദ മഹാവിഹാര അറ്റ് നളന്ദ എന്ന മഹാവിഹാര പേരിന് വേണ്ടി ഞാൻ ഫുൾ എഴുതുന്നത് മഹാവിഹാര എന്ന ഈ വേർഡാണ്. സോ ഇത് വന്നത് 2016 ഇനി അവസാനത്തെ നമ്മുടെ ആളാരാ? ബംഗാൾ. ഞാൻ പറഞ്ഞു 7 നാച്ചുറൽ ഉണ്ട്. അതിൽ നമ്മൾ 2 എണ്ണം ഓൾറെഡി പഠിച്ചു. ഏതൊക്കെയാണ്? ഒന്നെന്ന് പറയുന്നത് നമ്മുടെ പശ്ചിമഘട്ടം നമ്മൾ ഓൾറെഡി പഠിച്ചു. കുറച്ച് മുമ്പ് നമ്മൾ നന്ദാദേവി ആൻഡ് വാലി ഓഫ് ഫ്ലവേഴ്സ് നാഷണൽ പാർക്ക് ഉത്തരാഖണ്ഡിലാണ് പറഞ്ഞായിരുന്നു. അതും പോയി. അപ്പോൾ ഞാൻ 5 എണ്ണം പഠിച്ചാൽ മതി. 5 എണ്ണത്തിൽ ഒരെണ്ണം വരുന്നു. ഇതാണ് പഠിച്ചാൽ മതി. ഒരെണ്ണം കണ്ടെത്താൻ വരുന്നു. ദാറ്റ് ഈസ് സുന്ദർബൻസ് നാഷണൽ പാർക്ക്. സുന്ദർബൻസ് നാഷണൽ പാർക്ക് 1987 ആഡ് ചെയ്തത് സുന്ദർബൻസ് നാഷണൽ പാർക്ക്. ഇനി നമുക്കുള്ളത് നാച്ചുറലാണ്. ഇനി 2 എണ്ണം വരുന്നത് നമ്മുടെ കൾച്ചറിലാണ്. ഒന്ന് ശാന്തിനികേതൻ അറ്റ് വെസ്റ്റ് ബംഗാൾ. ശാന്തിനികേതൻ അത് വെസ്റ്റ് ബംഗാളാണ്. സോ അത് പ്രത്യേകം 2023 ആഡ് ചെയ്ത്. 2023 ആകെ 2 എണ്ണമേ ആഡ് ചെയ്തുള്ളൂ. കർണാടക പറഞ്ഞപ്പോൾ സേക്രഡ് എൻസംബിൾസ് ഓഫ് ഹോയ്ശാല എന്ന് പറഞ്ഞില്ല. 2023 2 ആഡ് ഒന്നും ശാന്തിനികേതനും ഒന്ന് ഈ സേക്രഡ് എൻസംബിൾസ് ഓഫ് ഹോയ്ശാലയാണ്. സോ 2023 ആണ് അതിന്റെ വർഷം. അടുത്തത് തമിഴ്നാട് പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചതാണ് മൗണ്ടെയിൻ റെയിൽവേസ് ഓഫ് ഇന്ത്യ. തമിഴ്നാട്ടിലെ കേസ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞത് 3 വർഷം വരും. 1999, 2005, 2008. കാരണം എന്ന് വെച്ചാൽ 1999 കുറച്ച് ആഡ് ചെയ്തായിരുന്നു. 2005 കുറച്ചുകൂടെ ആഡ് ചെയ്തു. വീണ്ടും 2008 കുറച്ചുകൂടെ ആഡ് ചെയ്തു. ഇത്രയാണ് ഇവിടെ വരുന്നത്.